السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم ونعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളുടെ ബാലൻസ്ഡ് മുസ്ലിമിലെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യമായിട്ട് നമ്മളുടെ കണക്ഷൻ വിത്ത് മൈ റബ്ബ്, അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ റബ്ബുമായിട്ടുള്ള, എൻ്റെ നാഥനുമായിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ഇതിൽ ചെറുതായിട്ട് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോ ആഴ്ചയും നമ്മൾ ഓരോ ചെറിയ ചെറിയ ടോപ്പിക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ റബ്ബ് എന്നുള്ള വാക്ക് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാം. റബ്ബ് നമ്മളെപ്പോഴും പറയുന്ന വാക്കാണ്. എൻ്റെ റബ്ബേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. എന്താണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡയറക്റ്റായിട്ട് പറയുമ്പോൾ രക്ഷിതാവ് അല്ലെങ്കിൽ ലോഡ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഈ റബ്ബിന് ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരുപാട് ഇന്നർ മീനിങ് വരുന്നുണ്ട്. നമ്മൾ തൗഹീദുർ റുബൂബിയ എന്ന് കേട്ടിട്ടുണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ തെർബിയ എന്നുള്ള വാക്ക് ഒക്കെ കണക്റ്റഡ് ആണ്. തെർബിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിനിങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നവൻ എന്നുള്ള അർത്ഥമാണ് അല്ലേ. നമ്മൾ തെർബിയത്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ തന്നെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ മോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് പോകുന്നതിനാണ് അത് പറയാം. അപ്പോൾ ഇവിടെ റബ്ബ് എന്നുള്ള വാക്കിനും 6 അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്നാമതായിട്ട് മാലിക്. മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മാലിക് യൗമിദ്ദീൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. മാസ്റ്റർ അല്ലെങ്കിൽ ഓണർ എന്നൊക്കെ പറയും. അതായത് നമ്മളുടെ റബ്ബ് നമ്മളുടെ ഓണറാണ്. നമ്മളുടെ അവയവങ്ങളൊക്കെ നമ്മളുടെ റബ്ബ് നമുക്കൊരു അമാനത്തായിട്ട് നൽകിയതാണ്. റബ്ബാണ് അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷാധികാരി നമ്മളുടെ റബ്ബാണ്. പിന്നെ പറയുന്നത് സയ്യിദാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ ദ വൺ ഹു ഹാസ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. അതൊരു ഒരു അധികാരമുള്ളവനാണ് നമ്മളുടെ റബ്ബ്. നമ്മളുടെ മേലെ ഏറ്റവും പൂർണ്ണ അധികാരം ആർക്കാണ്? റബ്ബായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. പിന്നീട് പറയുന്നത് മുറബ്ബി. മുറബ്ബിയാണ് തെർബിയൊക്കെ ഏകദേശം കണക്റ്റഡ് ആണ്. മുറബ്ബി എന്ന് പറയുമ്പോൾ ഒന്നിനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. അതായത് നമുക്കറിയാം നമ്മളുടെ ഉമ്മാൻ്റെ റഹ്മിൽ, അതായത് ഉമ്മാൻ്റെ ഉദരത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയൊരു കോശമായിരുന്നു അല്ലേ. അതിനെ അങ്ങനെ വളർത്തി 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 നമ്മളൊരു ചെറിയ കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ഒരു ഫീറ്റസ് ആയിട്ട് നമ്മളുടെ ഉമ്മാൻ്റെ വൂമ്പിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു. പിന്നീട് സമയമായപ്പോൾ നമ്മളുടെ റബ്ബ് തന്നെ മുറബ്ബി നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. നമ്മളെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മളുടെ ബോഡിയിൽ ഓരോ സെൽസും അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരുപാട് ചേഞ്ചസ് ഓരോ സെക്കൻഡ്സിലും വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ നമ്മളുടെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മുറബ്ബി എന്ന് പറഞ്ഞാൽ. പിന്നെ മുർഷിദ്. മുർഷിദ് എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്നവൻ. അതായത് നമ്മൾ വെറുതെ സൃഷ്ടിച്ചിട്ടൊക്കെയല്ല നമ്മളെ റബ്ബ് ചെയ്തിട്ടുള്ളത്. നമുക്കെന്താണ്? വഴി കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. നന്മയും തിന്മയും സദാസമയം പല രീതിയിലായിട്ട് റബ്ബ് നമുക്ക് പല പല വഴിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് മുർഷിദ്. പിന്നെ അൽ ഖയ്യിം. അൽ ഖയ്യിം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നവൻ. അതായത് നമുക്ക് ഗ്രോത്ത് ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മളെ നിലനിർത്തുന്നവൻ നമ്മളുടെ റബ്ബാണ്. നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മളിതൊന്നും അറിയുന്നില്ല. അതിനൊക്കെ നിലനിർത്തുന്നവൻ നമ്മളുടെ റബ്ബാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും നമുക്കറിയാം. സൂര്യനും ചന്ദ്രനും മറ്റ് ലതാദികൾ എല്ലാതും നമ്മളുടെ റബ്ബ് ആണെന്ത് അതിനൊക്കെ നിലനിർത്തുന്നത്. പിന്നീട് പറയുന്നത് അൽ മുൻഇം. മുൻഇം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് നൽകുന്നവൻ എന്നാണ്. അതായത് നമ്മളുടെ ബോഡി നമുക്കൊരു ഗിഫ്റ്റായിട്ട് റബ്ബ് നൽകിയതാണ്. നമ്മളുടെ മാതാപിതാക്കൾ, മക്കൾ, നമ്മളുടെ ഇണകൾ എല്ലാവരും നമുക്ക് അള്ളാഹുവിൽ നിന്നുമുള്ള ഒരു ഗിഫ്റ്റാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമ്മിൽ നിന്നത് തിരിച്ചെടുക്കാനും റബ്ബിന് യാതൊരു പ്രയാസമില്ല. അപ്പോൾ ഈ റബ്ബ് എന്നുള്ള വാക്കിന് ഇതെല്ലാം അർത്ഥമായിട്ട് വരുന്നുണ്ട് അല്ലേ. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളെ വളർത്തിക്കൊണ്ട് നമുക്ക് ഓരോ സമയത്തും ഗൈഡൻസ് നൽകിക്കൊണ്ട് റബ്ബ് അങ്ങനെ കൊണ്ടുപോവാണ്. ആ ഒരു റബ്ബിൻ്റെ
അടിമകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ റബ്ബിൻ്റെ അടിമയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് നമ്മളൊരു ബാലൻസ്ഡ് മുസ്ലിമായിട്ട് ജീവിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒരു വീട് നമ്മൾ ബിൽഡ് ചെയ്യുമ്പം ഏറ്റവും നമ്മൾ സ്ട്രോങ് ആക്കുക എന്താണ്? അതിൻ്റെ തറയാണ് അല്ലേ? തറ സ്ട്രോങ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? വീട് പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, ചില ആളുകളൊക്കെ തറയിട്ടിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ചിലപ്പോൾ വീട് പണിയുക. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആവട്ടെ, മണ്ണോട് അത്രയ്ക്കും എന്താണ് അത് ഇഴകി ചേരട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മളുടെ ഈ ഒരു ബേസ്, അതാണ് നമ്മൾ ആദ്യം തന്നെ സ്ട്രോങ് ആക്കേണ്ടത്. ആ ബേസാണ് നമ്മളുടെ അഖീദ അല്ലേ? നമ്മളെപ്പോഴും അഖീദ ശരിയായിരിക്കണം, എന്നാലാണ് മറ്റ് കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയാറുണ്ട്. എന്താണ് ഈ അഖീദ എന്ന് പറഞ്ഞാൽ? അഖീദ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന, അതായത് നമ്മൾ 100% ഒരു തരി പോലും സംശയമില്ലാത്ത രീതിയിൽ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അഖീദ എന്ന് പറയാം. ഈ അഖീദ എന്ന വാക്കിൻ്റെ റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഐൻ, ഖാഫ് ആൻഡ് ദാൽ. അഖദ എന്ന് പറഞ്ഞാൽ കിട്ടുക, അതുപോലെ തന്നെ ഉറപ്പിക്കുക, ശക്തിപ്പെടുത്തുക, അതുപോലെ നമ്മൾ അഫേം ചെയ്യുക, അങ്ങനെ ഒരു ശക്തി കാണിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു വാക്കാണ് അഖദ. അതിൽ നിന്ന് വരുന്ന വേർഡാണ് അഖീദ. അഖീദ എന്ന് പറയുമ്പോൾ എന്താണ്? വിശ്വാസം. അതാണ് മെയിനായിട്ട് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, റബ്ബി ഇശ്റഹ് ലി സദ്രി നമ്മൾ പറഞ്ഞല്ലോ. അവിടെ നമ്മൾ വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ടുകളിൽ നിന്നും എന്ന് നമ്മൾ പറയുന്നുണ്ട്. കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ? നമ്മൾ കെട്ട് കൂടുതൽ വലിക്കും തോറും എന്താണ്? അത് കൂടുതൽ സ്ട്രോങ് ആകാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നഫ്ഫാഥാത്തി ഫിൽ ഉഖദ് എന്ന് കേട്ടിട്ടുണ്ട്, കെട്ടുകളിൽ ഊതുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അപ്പോൾ അഖീദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള വിശ്വാസമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഉറച്ച വിശ്വാസം നമ്മൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തറയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റബ്ബ് അബ്ദ്, നമ്മൾ അള്ളാഹുവിൻ്റെ റബ്ബാണ്, നമ്മൾ അള്ളാഹുവിൻ്റെ അബ്ദാണ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾക്ക് ബോധ്യമായിരിക്കും. നമ്മളതിൽ പൂർണ്ണമായിട്ട് സംതൃപ്തരായിരിക്കും. അപ്പോൾ ഈ അഖീദയാണ് നമ്മൾ ഏറ്റവും ആദ്യം ഉറപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയാം എന്താണ് ഈമാൻ കാര്യങ്ങൾ 6 പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ആദ്യം അള്ളാഹുവിൽ വിശ്വാസം. അള്ളാഹു നമ്മൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് മറ്റാരുമില്ല എന്നുള്ളത് നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കണം. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ തൗഹീദ് വരുന്നത്. തൗഹീദ് തന്നെ 3 തരത്തിലുണ്ട്. തൗഹീദുൽ ഉലൂഹിയ ഉണ്ട്, തൗഹീദുൽ റുബൂബിയ ഉണ്ട്, അതുപോലെ തന്നെ തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത് ഉണ്ട് അല്ലേ? അപ്പോൾ തൗഹീദുൽ റുബൂബിയ എല്ലാ ആളുകളും, ഒട്ടുമിക്ക ആളുകളും എന്താണ്? വിശ്വസിക്കുന്ന ഒന്നാണ്. അതായത് ഈ അള്ളാഹു റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നത്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. അതായത് ഖുറൈശികളായിട്ടുള്ള അല്ലെങ്കിൽ കാഫിറുകളോട് ചോദിച്ചാൽ ആരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് എന്നുള്ളത്. പക്ഷേ അവരുടെ ഉലൂഹിയ, അതായത് അവർ ഇലാഹാക്കിയിട്ട് കാണുന്നിടത്താണ് അവരുടെ പ്രശ്നം വരുന്നത്. അതായത് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഈ റബ്ബല്ലാത്ത മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് മക്ക മുശ്രിക്കുകൾ അതിനെ കണ്ടിരുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ഓർമ്മപ്പെടുത്തുകയാണെന്ത്? ഈ അഖീദ, അതായത് തൗഹീദുൽ ഉലൂഹിയ. ഉലൂഹിയ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കരുത് എന്നുള്ളത് നമ്മൾ സ്ട്രോങ് ആക്കിയാൽ മാത്രമാണ് നമ്മളുടെ അഖീദ കറക്റ്റ് ആകുകയുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അല്ലേ? അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണ്, അള്ളാഹുവിന് മാത്രം സ്യൂട്ടബിൾ ആണ്. അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിലും നമ്മൾ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ അഖീദ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് അള്ളാഹു ആണ് നമ്മളുടെ റബ്ബ്, അതുപോലെ തന്നെ ആ റബ്ബിനെ മാത്രമേ നമ്മൾ ആരാധിക്കാവൂ, അതുപോലെ തന്നെ ആ റബ്ബിൻ്റെ സവിശേഷങ്ങളും നാമങ്ങളും ഒക്കെ റബ്ബിനെ മാത്രം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസമാണ് ഏറ്റവും ആദ്യം നമ്മൾ ഊട്ടിയുറപ്പിക്കേണ്ടത്.
ആ ഒരു വിശ്വാസത്തിൽ നിന്ന് തന്നെ നമുക്ക് മറ്റ് 5 വിശ്വാസവും എളുപ്പമായിട്ട് സ്വീകരിക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് നമുക്കറിയാം അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള വിശ്വാസം, അല്ലേ? മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഒരു സ്പെഷ്യൽ ക്രിയേഷനായിട്ട് അള്ളാഹു പറഞ്ഞത് മാത്രം അനുസരിക്കുന്ന ഒരു കൂട്ടം അള്ളാഹുവിൻ്റെ ക്രിയേഷനാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ സൃഷ്ടിച്ചിട്ടുള്ളത് വെളിച്ചത്തിൽ നിന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നമ്മളുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നില്ല എങ്കിൽ പോലും നമ്മൾ അതിനെ വിശ്വസിക്കണം. അപ്പോൾ അഖീദ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് ഗൈബി ആയിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ രണ്ടാമതായിട്ട് അള്ളാഹുള്ള മലക്കുകളിലെ വിശ്വാസം. എല്ലാ മലക്കുകളും അള്ളാഹു ഓരോ ഡ്യൂട്ടീസും ഓരോ മലക്കുകൾക്കും നൽകിയിട്ടുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ് രണ്ടാമത്തേത്. മൂന്നാമതായിട്ട് എന്താണ്? അള്ളാഹു നൽകിയിട്ടുള്ള കിതാബുകളിലെ നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കില്ല ചില കിതാബുകൾ. പക്ഷേ അൽഹംദുലില്ലാഹ് അള്ളാഹു എന്നെന്നും നിലനിർത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ നമുക്ക് എന്നും എന്താണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു അള്ളാഹുവിൻ്റെ മിറാക്കിൾ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് റബ്ബിൻ്റെ കലാമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് മൂന്നാമത്തെ വിശ്വാസം. നാലാമതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലെ വിശ്വാസം, അല്ലേ? എല്ലാ പ്രവാചകന്മാരും ഈ അഖീദ ഒന്നായിട്ട് തന്നെയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമാണ് എല്ലാ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ അത്രയും സ്ട്രോങ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ എല്ലാ പ്രവാചകന്മാരും നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ അത് ഏറ്റവും സ്ട്രോങ് ആക്കിയിട്ട് നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ആ ഒരു അടിയുറച്ച വിശ്വാസം എന്നെന്നും നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ അഞ്ചാമതായിട്ട് പ്രതിഫല ദിനത്തിലുള്ള വിശ്വാസം, അതായത് ജഡ്ജ്മെൻറ്റ് ഡേയിലുള്ള വിശ്വാസം. ഈ ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുമ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാ കർമ്മങ്ങളും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ, അല്ലേ? നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് റബ്ബാണ് എനിക്ക് പ്രതിഫലം നൽകിയല്ലോ. അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എനിക്ക് ഇഷ്ടമായിട്ടും അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എൻ്റെ റബ്ബിൽ നിന്ന് എനിക്ക് പ്രതിഫലം ലഭിക്കല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ്. അപ്പോൾ നമ്മൾക്കുള്ളൊരു മോട്ടിവേഷൻ കൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ആ അഞ്ചാമത്തെ വിശ്വാസം, അതായത് പരലോക വിശ്വാസം അല്ലെങ്കിൽ ഖിയാമത്ത് നാളിലുള്ള വിശ്വാസം എന്നൊക്കെ പറയാം. സ്വർഗം നരകമുള്ളതിലുള്ള വിശ്വാസം ഒക്കെ പറയാം നമുക്കവിടെ. പിന്നെ ആറാമതായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മറ്റൊരു വിശ്വാസം. എന്താണ്? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ള വിശ്വാസം. അതായത് ഖദർ അള്ളാഹുവിൽ നിന്നാണ്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസമാണ് ആറാമത്തേതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മൾ എത്രത്തോളം നമ്മളുടെ ഈമാൻ സ്ട്രോങ് ആണോ അത്രത്തോളം നമുക്ക് ആ ഒരു ആറാമത്തെ വിശ്വാസം ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും. നമ്മളുടെ ഈമാൻ കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു വിശ്വാസം വളരെ കുറയും. നമ്മുടെ ലൈഫിൽ പ്രതിസന്ധി വരുമ്പോൾ എന്തിനാണ് റബ്ബേ എന്നുള്ള ചോദ്യം വരുന്നത് തന്നെ എന്താണ്? നമ്മളുടെ ഈ ഒരു അഖീദ അവിടെ കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഒരു ഈമാൻ അവിടെ കുറയുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എന്തുകൊണ്ടാണ് ഈ ഒരു ഒഖദ് അല്ലെങ്കിൽ അഖദ എന്നുള്ളൊരു വാക്കിൽ നിന്ന് അഖീദ വരാനുള്ള കാരണം നമ്മുടെ ഹൃദയവും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു 6 ഈമാൻ കാര്യങ്ങളും എന്താണ് ഹൃദയമായിട്ട് അത് നമ്മൾ അങ്ങനെയും ഉറപ്പിക്കണം. അതായത് ഹൃദയത്തിൽ നമ്മൾ അത് അങ്ങോട്ട് കെട്ടിയിടണം. നമ്മൾക്കതൊരിക്കലും ഒരു സാഹചര്യത്തിലും അതിനെ പുറത്തേക്ക് കളയാത്ത വിധം നമ്മൾ ഹൃദയത്തിൽ ഈ 6 ഈമാൻ കാര്യങ്ങളും നമ്മൾ ഉറപ്പിച്ചിടണം എന്നാണ് ഈ ഒരു അഖീദ അവിടെ അങ്ങനൊരു അർത്ഥത്തോട് വരാൻ കാരണം. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം നമ്മളൊക്കെ സ്ത്രീകൾ ചിലപ്പോൾ ചിലപ്പോൾ അല്ല എപ്പോഴും നമ്മളെന്താണ് എല്ലാ ഇബാദത്തുകളും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഖീദ നമ്മളുടെ ബേസാണ്. ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ അഖീദയെ മാറ്റി നിർത്താൻ ഒരു നിർവാഹവും ഇല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് നമസ്കരിക്കുന്ന ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയാണ്. പക്ഷേ കല്യാണം കഴിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ്, റൂട്ടീൻസൊക്കെ മാറുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത്രയും കാലം ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുന്നുണ്ട് എങ്കിൽ ഈ അഖീദയുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എങ്കിൽ നമുക്കവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഇല്ല എന്നാണ് അർത്ഥം.
അതൊക്കെ വെറുതെ ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നതായി പോകും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ഞാനെന്നുള്ളത് എനിക്ക് എൻ്റെ ആക്കീതയിൽ യാതൊരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അതാണ് എൻ്റെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ റബ്ബ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതാണ്. എൻ്റെ ആക്കീത ഞാൻ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. അതാണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഒന്നാമതായിട്ടുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മൾ മുറുകെ പിടിക്കേണ്ട കാര്യം എന്താണ്? ഏത് സാഹചര്യത്തിലും എൻ്റെ അഖീദ ഞാൻ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇനി നമുക്കെല്ലാവർക്കും അറിയുന്ന ഹാജർ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയായിട്ടുള്ള ഹാജർ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു കഥ, നമുക്കെല്ലാവർക്കും അറിയുന്ന ആ ഒരു കഥ നമുക്കൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഹാജർ അലൈഹി ഇസ്ലാമിന് വളരെ വലിയൊരു ടെസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട് അല്ലേ. ആ ഒരു ടെസ്റ്റിൻ്റെ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഫ്രൂട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു കമാൻഡ് ചെയ്തു, ഇബ്രാഹിമെ നീ ഇവരെ മക്കയിലെ ആ വലിയൊരു മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നുള്ളത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പന അതേ പ്രകാരം അനുസരിക്കുകയും ഹാജർ അലൈഹി ഇസ്ലാമിനെയും ചെറിയ കൈക്കുഞ്ഞായിട്ടുള്ള ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും കൊണ്ട് കാബയുടെ പരിസരവും അതുപോലെ തന്നെ സംസം ആ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഉപേക്ഷിക്കാൻ പറയുന്നത് അനുസരിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഹാജർ അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഞങ്ങളിവിടെ ആക്കി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വെള്ളവും ഒന്നും ആളുകളും താമസമൊന്നും ഇല്ലാതെ ഞങ്ങൾ എന്തിനാണ് നിങ്ങളിവിടെ ആക്കി പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതിന് യാതൊരു മറുപടിയും നൽകിയില്ല. വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നുള്ളത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മറുപടി കിട്ടാത്തപ്പോൾ ഹാജർ അലൈഹി ഇസ്ലാം അവിടെ തിരിച്ച് എതിർത്ത് സംസാരിക്കുകയല്ലേ ചെയ്തത്. എന്താ ഞാൻ ചോദിച്ചിട്ടൊന്നും പറയാറില്ല, മിണ്ടാണ്ടിരിക്കുന്നത് എന്നല്ല ചോദിച്ചത്. അവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു പാഠാണ് ഹാജർ അലൈഹി ഇസ്ലാം, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ത്, നമ്മളുടെ ചോദ്യം ശരിയായിട്ടില്ല എങ്കിൽ നമ്മളടുത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ചോദ്യത്തിനെ നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമോട് ചോദിച്ചു, അള്ളാഹു നിങ്ങളടുത്ത് കമാൻഡ് ചെയ്തതാണോ ഇബ്രാഹിം എന്ന് ഹാജർ അലൈഹി ഇസ്ലാം വളരെ കാമായിട്ട് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അതേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതോടുകൂടി അവർ അത് ആക്സെപ്റ്റ് ചെയ്തു അല്ലേ. അവരുടെ മനസ്സ് ശാന്തമായി, ഭയങ്കര പോസിറ്റീവ് തോട്ട് അവിടെ വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ റബ്ബ് അല്ലെങ്കിൽ അവൻ ഞങ്ങളെ ഒരിക്കലും അബാൻഡൻ ചെയ്യില്ല, ഞങ്ങളൊരിക്കലും അവൻ കൈവിടിയില്ല എന്ന് ഹാജർ അലൈഹി ഇസ്ലാം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ തന്നെ ഒന്ന് കണക്ട് ചെയ്യാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്മളുടെ പറയുക, നല്ല വിശ്വാസമുള്ള, അള്ളാഹു വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ അടിമയായിട്ടുള്ള നമ്മളുടെ ഭർത്താവാണ് എന്ന് നമ്മൾ വിചാരിക്കാം. ഹാജർ അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനത്ത് നമ്മളെ തന്നെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനത്ത് നമ്മളുടെ മക്കളെയും വെക്കാം. എന്നിട്ട് ആ ഒരു ഡെസേർട്ട്, അതായത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മക്കയിലെ ഡെസേർട്ടിൽ കൊണ്ടുപോകാൻ അല്ലേ. അപ്പോൾ ആ ഡെസേർട്ട് നമ്മളെ ലൈഫിൽ അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ള ചലഞ്ചാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ എന്താ ഉണ്ടായത്? അവിടെ ചലഞ്ച് തുടങ്ങി വെക്കുന്നത് ഭർത്താവാണ് അല്ലേ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്. പക്ഷേ അവിടെ ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ചോദ്യത്തിനെ അവിടെ മാറ്റിക്കൊണ്ട് അവരുടെ ആ ഒരു ആക്കീതയെ അവർ സ്ട്രോങ് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹു നിങ്ങളടുത്ത് കമാൻഡ് ചെയ്തതാണോ അതേ എന്നതോടുകൂടി അവിടെ ആ ഒരു കുടുംബം മുഴുവനായിട്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന രീതിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമുക്കിത് പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നും. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കിതുപോലെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യം എന്നോടും പിന്നെ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വന്തത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ ഇത് നമ്മളെ റബ്ബിൻ്റെ തീരുമാനമാണ്. നമ്മളുടെ ഈമാൻ കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തത് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസവും പ്രതിസന്ധിയും കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റബ്ബിൻ്റെ തീരുമാനമാണ്, ഇതിൽ എന്തായാലും ഒരു ഖൈറുണ്ട് എന്ന് നമുക്ക് പരസ്പരം പറയാൻ സാധിക്കുന്നുണ്ടോ?
അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ റബ്ബിനെ ഏറ്റവും നന്നായിട്ട് ആരാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണ്. അതല്ല നമ്മൾ പഴിചാരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് തർക്കങ്ങളായിട്ട് മാറുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര അൺസാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ, നമ്മൾ നമ്മളുടെ ആഖീദയെ ഒന്നും കൂടെ ഒന്ന് ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ഹാജർ അലൈഹി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഏത് സിറ്റുവേഷനിലായാലും റബ്ബിനെ മുറുകെ പിടിക്കുക. എന്താണ്? ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്ന് നമ്മുടെ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ആരടുത്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത്, അല്ലേ? നീ വിഷമിക്കേണ്ട, അള്ളാഹു ഉണ്ട് കൂടെ എന്ന് പറയുന്നുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് നമ്മളുടെ വാക്കുകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ, നമ്മളൊക്കെ ബാലൻസ്ഡ് മുസ്ലിമുകളുടെ കൂട്ടത്തിലാണ്. അതല്ല, നമ്മൾ സ്വന്തത്തിനോട് ചോദിക്കുകയാണ്, അള്ളാഹു എനിക്ക് എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഓരോ സിറ്റുവേഷൻസിലും ഞാൻ പൂർണ്ണ സംതൃപ്തയാണ് ആണോ എന്നുള്ളത് നമ്മൾ നമ്മളോട് ചോദിക്കുമ്പം അതെ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾ ബാലൻസ്ഡ് മുസ്ലിമാണ്. അതല്ലെങ്കിൽ നമ്മൾ ഈ ചോദ്യത്തെ നന്നായിട്ട് വിശകലനം ചെയ്യണം. ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചില പ്രതിസന്ധികളിലൂടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ ഒരു പ്രതിസന്ധി കഴിഞ്ഞിട്ട് ഒരു സന്തോഷ നിമിഷത്തിലായിരിക്കും. ഏത് സാഹചര്യമാണെങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് എപ്പോഴും പറയേണ്ട എന്താണ്? ഒരു ദുആ നമുക്കറിയാം, റദിയതു ബില്ലാഹി റബ്ബ, അല്ലേ? ഞാൻ എൻ്റെ റബ്ബിൽ സംതൃപ്തയാണ് എന്ന് നമ്മൾ പറയണം. റദിയതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് നിരന്തരം എന്താണ്? നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക, അൽഹംദുലില്ലാ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും ഞാൻ സംതൃപ്തയാണ് എന്ന്. അപ്പം നമ്മൾ നമ്മളുടെ ബുക്കിൽ എഴുതി വെക്കുക, ആം ഐ സാറ്റിസ്ഫൈഡ് വിത്ത് എവറി സിറ്റുവേഷൻസ് ദാറ്റ് അള്ളാഹ് ഗേവ് മീ. അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും, എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ സംതൃപ്തയാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അല്ല എങ്കിൽ നമ്മളെന്താണ്? ആ സിറ്റുവേഷൻസിനെ നമ്മൾക്ക് സംതൃപ്തമാക്കുന്ന രീതിയിലേക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ഖൈറാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, സത്യവിശ്വാസികൾക്ക് ഏത് സിറ്റുവേഷൻസും എന്താണ്? ഖൈറാണ്, അല്ലേ? നന്മ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ ശുക്ർ ചെയ്യണം. അതുപോലെ തന്നെ പ്രയാസഘട്ടങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ക്ഷമ പാലിക്കണം. അതാണ് നമ്മൾ പറയേണ്ടത്. അല്ലെങ്കിൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് നമ്മളെപ്പോഴും നമ്മളുടെ നാവിൽ അത് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് ഞാനും എൻ്റെ റബ്ബും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ അവസാനത്തെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അവസാനത്തെ ഈമാൻ കാര്യം ഞാൻ ഏറ്റവും നന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ടോ? ആ ഒരു അഖീദ എൻ്റെത് സ്ട്രോങ് ആണോ എന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് അനുസരിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൽ നിലനിൽക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.